ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ നിഫ്റ്റി തന്നെ നമുക്ക് ആദ്യം പരിശോധിക്കാം. ഇന്നലെ, അതായത് 22/8/2024 24,810 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് ഏതാണ്ട് 35 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പോട് കൂടിയാണ് 24,845 എന്ന ലെവലിൽ. നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ പ്രകാരം ഇന്നലെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയ ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നാൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കുമെന്നായിരുന്നു. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലാണ്. അപ്പോൾ ഈ ലെവലിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിനു ശേഷം വീണ്ടും കിട്ടുന്ന ഡിക്ലൈനിൽ എന്നാണ്. അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തു ഈ ലെവൽ വരെ ഉയർന്നു വന്നെങ്കിലും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകാം. അതല്ലെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈൻ, ആ ഡിക്ലൈൻ ട്രേഡ് ചെയ്യാമെന്ന് കരുതി ഇവിടെ നിന്നും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാം എന്ന് കരുതിയവർക്ക് ഒരു പുട്ട് ഓപ്ഷനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ വരെ ഉയർന്ന നിഫ്റ്റി വീണ്ടും കിട്ടുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് മനസ്സിലാക്കി 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ പരിശോധിച്ച് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തവർക്ക് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാമായിരുന്നു. അപ്വേർഡ് ഡയറക്ഷൻ തന്നെ ട്രെൻഡ് നമുക്ക് ലഭിക്കണമായിരുന്നുവെങ്കിൽ ഈ ലെവലിന് മുകളിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ്. എന്നാൽ അതിന് മുകളിലോട്ട് ക്ലോസ് ചെയ്യണം. എന്നാൽ പ്രൈസ് എത്തിയത് 24,847 എന്ന നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ലെവൽ വരെ മാത്രമാണ്. ആ ഏരിയയിൽ നിന്നും ഇവിടെ നിന്നും കൃത്യമായും ഒരു ലെവൽ ഉണ്ടായിരുന്നു. 40-45 പോയിന്റിനടുക്കുള്ള മൂവ്മെന്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്തവർക്ക്, ഒരു ATM കോൾ ഓപ്ഷൻ ബൈ ചെയ്തവർക്ക് തീർച്ചയായും ഒരു കുഴപ്പമില്ലാത്ത പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. അത് ബുക്ക് ചെയ്യാൻ മനസ്സ് കാണിച്ചവർക്ക് തീർച്ചയായും നോ ലോസ് ആയി മാറിയിട്ടുണ്ടാവാം, പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ടാവാം. എന്നാൽ ആദ്യത്തെ 5 മിനിറ്റ് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഇതൊരു സെല്ലിംഗ് ഡയറക്ഷൻ ആണ്. അടുത്ത് കയറി വന്നത് വീണ്ടും ഒരു പുതിയ ഉയരം തരുന്നില്ല എന്ന് കണ്ട് ഒരു സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ ചൂസ് ചെയ്ത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം എന്ന് കരുതിയവർക്ക് സാമാന്യം വളരെ നല്ല ഒരു ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു അപ് മൂവിന് പ്രതീക്ഷിക്കുകയും അവിടെ വില താഴുകയാണെങ്കിൽ വീണ്ടും നമ്മളൊന്ന് കാത്തു നിൽക്കണം, വില ഉയർന്നു വരാൻ. ആ തരത്തിൽ ഉയർന്നു വന്ന പ്രൈസ് ഇവിടെ നിന്നും സെല്ലിംഗ് തരുന്നു എന്ന് കണക്കാക്കി വീണ്ടും ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ട്രേഡ് ചെയ്തവർക്ക് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോയിലോട്ട് ടാർഗറ്റ് ലഭിച്ചില്ല. നമ്മളുടെ സപ്പോർട്ട് ലെവലായ 24,804 എന്ന ലെവലിൽ തന്നെ വീണ്ടും പ്രൈസ് റിവേഴ്സൽ മോഡ് കാണിക്കുന്നു. ഇവിടെ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ തോന്നിയവർക്കും വീണ്ടും സക്സസ്ഫുൾ ട്രേഡ് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാം ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്ത് ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തുകൊണ്ട് വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ ലഭിക്കേണ്ടതുണ്ട് എന്ന് കരുതി വെയിറ്റ് ചെയ്ത് പൊസിഷൻ റെഡി ആവുന്നവരെ വെയിറ്റ് ചെയ്തവർക്ക് തീർച്ചയായും ഈ ലെവലിൽ നിന്നും ഒരു എൻട്രി എടുത്ത് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ ഹോൾഡ് ചെയ്തവർക്ക്, സ്ട്രിക്റ്റ് ആയി ഹോൾഡ് ചെയ്തു പൊസിഷൻ എങ്കിൽ അവർക്ക് നല്ല പ്രോഫിറ്റും ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു മൂവ്മെന്റും നിഫ്റ്റിയിൽ അവസാന സമയത്തേക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഏരിയയിൽ നല്ല കൺസോൾട്ടേഷൻ ആണ്, നമ്മളെ നന്നായി വെറുപ്പിക്കും. നമ്മളുടെ മനസ്സിൽ പല ചിന്തകളും പോകും. ഇത് ഇപ്പോൾ അപ്വേർഡ് പോയേക്കാം, അതല്ലെങ്കിൽ ഇപ്പൊ താഴോട്ട് പോയേക്കാം എന്ന് കരുതി നമ്മൾ പുട്ട് ഓപ്ഷനും ഈ കൺസോൾട്ടേഷൻ പീരീഡിന്റെ ഫേസിന്റെ ഒരു പ്രത്യേകത അതാണ്, നമ്മൾക്ക് തോന്നിപ്പിക്കുകയാണ് ചെയ്യുക. പലപ്പോഴും പ്രൈസ് അപ്വേർഡ് പോയേക്കാം, ഡൗൺവേർഡ് പോയേക്കാം എന്നിങ്ങനെ തോന്നിക്കും. നമ്മൾ അതിനനുസരിച്ച് ഓപ്ഷൻസ് മാറി മാറി ബൈ ചെയ്യും. സ്റ്റോപ്പ് ലോസ് ഹിറ്റുകളും സ്വാഭാവികമാണ്. എന്നാൽ വ്യക്തമായി അനലൈസ് ചെയ്ത് ട്രേഡ് എൻറ്റർ ചെയ്യാൻ കഴിയുന്നവർക്ക് അവരവരുടെ സ്റ്റോപ്പ് ലോസിൽ ഉറച്ചു നിന്നുകൊണ്ട് കൃത്യമായി എൻട്രികൾ എടുത്തവർക്ക് തീർച്ചയായും പ്രോഫിറ്റ് ലഭിക്കുക തന്നെ ചെയ്യും. ഇത് ഒരു പ്രോബബിലിറ്റി ഗെയിമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മൾ ആ പ്രോബബിലിറ്റിയെ ഏത് സൈഡിലോട്ട് വിനിയോഗിക്കണം എന്ന് ചിന്തിക്കുന്നിടത്ത് കൃത്യമായ പ്ലാനിങ് ഉണ്ടാവണം, വ്യക്തമായ സ്റ്റോപ്പ് ലോസ് എൻട്രി ലെവലുകളും ഉണ്ടായിരിക്കണം. ആ തരത്തിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് നമ്മളുടെ പ്രോബബിലിറ്റി ഇന്ന സൈഡിലേക്കായിരിക്കാം എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അത്തരത്തിൽ ട്രേഡ് ചെയ്യാൻ കഴിയുന്നവർക്ക് സക്സസ് തീർച്ചയായും ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഇതൊരു കൺസോൾട്ടേഷൻ ഫേസ് ആണ് എന്ന് ഈ ഒരു റിവേഴ്സലിൽ തന്നെ ബോധ്യമാകാൻ കഴിയുന്നതാണ്. അങ്ങനെ വന്നവർക്ക് ഈ ട്രേഡിൽ നിന്നും ഇത്തരം ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ ട്രേഡ് ചെയ്യാതിരിക്കുകയാവും ഏറ്റവും ഉത്തമം. കാരണം പ്രീമിയം മെൽറ്റിംഗ് ടൈം ഡീകെ മൂലം നന്നായി ഉണ്ടാകുന്നതുകൊണ്ട് തോൽവി സംഭവിക്കാൻ സാധ്യതയുണ്ട്, ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള
ഏരിയകളിൽ നിന്നും ട്രേഡ് ചെയ്യാതെ മാറി നിൽക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇന്നത്തെ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ എന്തായിരിക്കാം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പരിശോധിച്ച് നോക്കാം. നാളെ എന്ന് പറഞ്ഞാൽ അടുത്ത വർക്കിംഗ് ഡേ, തിങ്കളാഴ്ച. ഇനി ശനി ഞായർ അവധിയാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ സ്വാഭാവികമായും നാളെ എന്ന് പറയുമ്പോൾ അത് അടുത്ത വർക്കിംഗ് ഡേ എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. മനസ്സിലാകുമെന്ന് കരുതുന്നു. ഇന്നലെയും നമ്മളെ സംബന്ധിച്ച് നിഫ്റ്റിയുടെ മൂവ്മെന്റുകൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഇത് കൃത്യമായും ഒരു ഏരിയയിൽ മാത്രമാണ് പ്രൈസ് മൂവ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ ക്ലോസ് ചെയ്തതിനേക്കാളും അഥവാ ഇന്നലെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോയേക്കാളും താഴോട്ട് ഡൗണിലോട്ട് അല്പം കൂടി പ്രൈസ് ഇറങ്ങി വന്നെങ്കിൽ പോലും ഇന്ന് ആശ്വസിക്കാനുള്ള ഒരു വക ഇന്നലത്തെ ക്ലോസിങ്ങിനേക്കാളും ഒരു 10-20 പോയിന്റിനും കൂടി ഉയരത്തിലാണ് പ്രൈസ് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്നതാണ്. അതുകൊണ്ട് 24,821 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് ലെവലായി കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് രേഖപ്പെടുത്തിയ റെസിസ്റ്റൻസ് ലെവലായ 24,854 എന്ന ലെവൽ ആദ്യമായി ലഭിക്കാവുന്ന മൈനർ റെസിസ്റ്റൻസും കഴിഞ്ഞ ദിവസത്തെ ഉയരം വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു റെസിസ്റ്റൻസുമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പ്രധാന റെസിസ്റ്റൻസ് ലെവലായി ഇതിനു മുകളിലോട്ട് ഞാൻ കാണുന്ന ലെവൽ 24,961 എന്ന ലെവലാണ്. അടുത്ത ദിവസങ്ങളിലെ മൂവ്മെന്റിൽ ഇത് അപ്വേർഡ് വരികയാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് ലെവൽ വീണ്ടും അപ്പർ സൈഡിലോട്ട് പോകാൻ സാധ്യതയുമുണ്ട്. പ്രൈസ് ഈ തരത്തിൽ മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഞാൻ എൻ്റെ ലെവലുകളെ പ്ലാൻ ചെയ്യുന്നത്. നമുക്കറിയാം ഈ ഏരിയ വളരെ കൺജസ്റ്റഡ് ആയിട്ട് നിന്ന് മൂവ് ചെയ്തേക്കുന്ന ഏരിയ ആണ്. അപ്പോൾ നാളെ, അതായത് തിങ്കളാഴ്ച പ്രൈസ് മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ, ഇന്ന് ക്ലോസ് ചെയ്തതിനോടനുബന്ധിച്ച് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. പക്ഷേ ഞാനിവിടെ ഈ ലെവലിന് മുകളിലോട്ട് പ്രൈസ് ക്ലോസ് ആകുന്നുണ്ടോ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുകയെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം വീണ്ടും കിട്ടുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ മാത്രം കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി സ്ട്രിക്റ്റ് ആയി കണക്കാക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്ന് പ്രതീക്ഷിക്കും. അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടിയാൽ പോലും ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ചുകൊണ്ട് ലെവൽസിനെ പരിശോധിച്ച് പുതിയ സ്റ്റോപ്പ് ലോസുകൾ കണ്ടെത്തി അവയെ ആശ്രയിച്ചുകൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ ട്രേഡ് ചെയ്യും. അങ്ങനെ പ്രൈസ് അപ്വേർഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 24,918, 24,961, 25,000, 25,034 എന്നീ ലെവലുകൾ. ഇത് കഴിഞ്ഞ ദിവസവും നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള ലെവലുകളാണ്. അതിന് ഞാൻ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. 24,868 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ആദ്യമായി ഈ ലെവലിന് താഴോട്ട് 24,794 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുകയാണെങ്കിൽ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതെ അപ്പർ സൈഡിലോട്ട് ബ്രേക്ക് ചെയ്യാതെ സെല്ലിംഗ് ഡയറക്ഷൻ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകിയാൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്റ്റോപ്പ് ലോസ്, അത് സ്ട്രിക്റ്റ് ആയി പാലിക്കും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് ഈ ലെവലിന് താഴോട്ട് 24,771 എന്ന ലെവലിന് താഴോട്ടൊക്കെ പ്രൈസ് വരികയാണെങ്കിൽ വീണ്ടും പ്രൈസ് അല്പം കൂടി ഡൗൺ സൈഡിലോട്ട് വന്നേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നത്. 24,733, 696, 651, 597 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. അതിൽ 597 അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതാണ് തിങ്കളാഴ്ചത്തേക്കുള്ള നിഫ്റ്റിയുടെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് ലെവലുകൾ എന്ന് പരിശോധിക്കാം. നമ്മൾ സാധാരണയായി രേഖപ്പെടുത്തുന്ന 3 ഇൻഡെക്സുകളും ഈ തരത്തിൽ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. ചെറിയ ഒരു സ്പേസിൽ, ഒരു റേഞ്ചിൽ നിന്നുകൊണ്ട്, ലെവലുകളിൽ നിന്നുകൊണ്ടാണ് പ്രൈസ് മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 50,917 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന ലെവലിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാന റെസിസ്റ്റൻസ് സോൺ 51,456 തന്നെയാണ്. അത് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയവ, ബാക്കി ലെവലുകളെല്ലാം അത് തന്നെയാണ്.
അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലാണ്. ഇതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടിയാൽ പോലും ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ കോൾ ഓപ്ഷൻ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ക്ലോസ് ആവുകയാണെങ്കിൽ ഇന്നത്തെ ഉയരത്തിന് മുകളിൽ കടക്കുകയാണെങ്കിൽ ഈ ലെവൽ ടെസ്റ്റ് ചെയ്തേക്കാം. 51,185 ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഈ ലെവലിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിൽ ഉപയോഗിച്ചുകൊണ്ട് കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന അപ്പോഴത്തെ ടാർഗറ്റ് പ്രധാനമായും 54,456 എന്ന ലെവലാണ്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ലോ ആയ ഈ ലെവലിന് താഴെ 50,856 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ സംഭവിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുകയാണെങ്കിൽ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിലുകൾ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും ഡിക്ലൈൻ സഞ്ചരിച്ചേക്കാം, ഡൗൺവേർഡ് വന്നേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. അതിൽ പ്രധാനമായത് 50,482 എന്ന ലെവലാണ്. എന്നാൽ അതിന് താഴോട്ടും ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ലെവലുകൾ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതായി സെൻസെക്സിൽ എന്താണ് നമ്മളുടെ ലെവലുകൾ എന്ന് പരിശോധിച്ച് നോക്കാം. 81,065 അതായത് 81,000 പ്രധാന സപ്പോർട്ടായി നിൽക്കുമെന്നാണ് കണക്കാക്കുന്നത്. ലഭിച്ചേക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 81,429 എന്ന ലെവലാണ്. 81,400, 500 ലെവലുകൾ. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകുകയാണെങ്കിൽ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ അതായത് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ അതായത് 81,350 എന്ന ലെവലൊക്കെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ സഞ്ചരിക്കുമെന്നാണ് ഞാൻ കണക്കാക്കുക. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് താഴോട്ട് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ അതായത് 80,942 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ അതായത് ഇന്നത്തെ ലോയ്ക്ക് താഴോട്ട് പ്രൈസ് വരികയാണെങ്കിൽ പ്രൈസ് ഡൗൺവേർഡ് വന്നേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 80,449 അതൊരു പ്രധാന സപ്പോർട്ട് ലെവലായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനിടയിൽ 80,622, 80,813 എന്നിങ്ങനെയുള്ള ലെവലുകളുമുണ്ട്. തൊട്ട് താഴെയും രേഖപ്പെടുത്തിയിട്ടുള്ള ലെവലുകൾ നിങ്ങൾ കാണാമെന്ന് കരുതുന്നു. 80,330, 80,994, 79,943 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ഇൻഡെക്സുകളുടെയും തിങ്കളാഴ്ചത്തേക്കുള്ള ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്കറിയാം ഞാനിത് എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന പ്ലാനാണ്. അത് നിങ്ങളും ഉപയോഗിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പതിവ് പോലെ ഞാൻ പറയുന്നു, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല.
എൻ്റെ ഒരു എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ എൻ്റെ ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന പ്ലാനാണ്. നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ സന്തോഷം. എന്നാൽ റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. ഗുണകരം എന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ട് കടന്നു വന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രേഡിംഗ് പ്ലാൻ ഗുണകരമായി തോന്നുന്നു എങ്കിൽ, നമ്മുടെ ചാനൽ സപ്പോർട്ട് ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിനെ പ്രൊമോട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും അടുത്ത ദിവസവും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റ് നമ്മുടെ ഇൻഡെക്സുകളിലെല്ലാം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്